ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് മന്തി റെസിപ്പി ആട്ടോ. ഈ മന്തി ഉണ്ടാക്കുന്ന ഒത്തിരി സമയം നമുക്ക് വേണ്ട. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് മസാലകൾ ഒന്നുമില്ല. നല്ല സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റ് ആണെങ്കിൽ ഡെലീഷ്യസ് ആയിട്ടുള്ള അടിപൊളി ഒരു മന്തി ആട്ടോ. റൈസ് ഭയങ്കര സോഫ്റ്റ് ആണ്. ബീഫാണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ബീഫ് ആട്ടോ. അപ്പം മന്തി ഉണ്ടാക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. ബീഫും റൈസും ഒക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഞാനൊരു 3 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ കുതിർത്തി വെക്കട്ടോ. റൈസ് എപ്പോഴും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നതാണ് നല്ലത്. ഞാനൊരു 2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതാ 1 കിലോ ബീഫായിട്ട് എടുത്തിട്ടുള്ളത്. ബീഫ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും വലിയ കഷ്ണങ്ങളാക്കി തന്നെ കട്ട് ചെയ്ത് കേട്ടോ. ചെറിയ ചെറിയ പീസാക്കണങ്ങാട്ടി നല്ലത് മന്തിക്കൊക്കെ എപ്പോഴും വലിയ പീസാക്കണതാണ്. ഇനിയിപ്പോൾ ഇതാ ആ ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ എന്ത് വേണേലും ചേർക്കാം. എന്നിട്ട് അത് ഒഴിച്ചതിന് ശേഷം ഞാൻ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഞാൻ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ക്യുമിൻ സീഡ്, ചെറിയ ജീരകപ്പൊടി, അതൊരു 1.5 ടീസ്പൂണും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പം വേറെ മസാലകളൊന്നും ഇതിലോട്ട് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു ലെമൺ ചേർക്കുന്നുണ്ട്. ഒരു ഡ്രൈ ലെമൺ ഇങ്ങനെ ഇതേപോലെ ഉള്ളിലേക്ക് ഒരു ഹോളൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മാഗി ക്യൂബും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം മാഗി ക്യൂബ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഉപ്പ് ചേർക്കുമ്പോൾ ഏറായി പോകരുത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ബീഫ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണേ. ഇതിലോട്ട് 2 ഏലക്കായ, ഒരു 3 ഗ്രാമ്പൂ, അതുപോലെ ചെറിയൊരു പീസ് കറാമ്പട്ട അത് ചേർക്കട്ടോ. ഞാനത് കാണിക്കുന്നത് വിട്ടുപോയതാണ്. അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ബീഫ് വെന്ത് വരണം. പിന്നെ നമ്മൾ 2 ഗ്ലാസ് വെള്ളം ചേർക്കണം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ സ്റ്റോക്ക് ആവശ്യമാണ് ബീഫിൻ്റെ. അതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിലോട്ട് ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുക്കറിൽ അടച്ച് വെച്ചിട്ട് ഒരു 8 വിസിലിട കേട്ടോ. 7-8 വിസിലിട. കാരണം ബീഫ് എല്ലാം നന്നായിട്ട് വെന്ത് വരണം. അപ്പോഴാണ് നമ്മുടെ മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ അത് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് ഇതിലോട്ടുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ അളവുകളൊക്കെ അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു സവാള ഞാൻ ചേർക്കുന്നത്. ഒരു സവാള ചേർത്തിട്ട് അതെല്ലാം വഴറ്റിയെടുക്കുക. സവാള ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കട്ടോ. ഞാൻ ഇതിലോട്ട് സെല്ല ബസ്മതി റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ റൈസ് ഒന്ന് 2 മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയി കിട്ടാനും നല്ല ലെങ്തിയിൽ നല്ല നീളത്തിൽ കിട്ടാനും വേണ്ടിയൊക്കെയാണ്. ഇനിയിപ്പോൾ അതിലോട്ട് ഞാൻ ഒരു ഡ്രൈ ലെമൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ ഓൾറെഡി ബീഫിൽ ചേർത്തല്ലോ, ഒന്ന് റൈസിലോട്ടും ചേർത്താൽ ഇത് മതി. ആവശ്യത്തിനുള്ള ആ ഒരു ലെമണിൻ്റെ ആ പുളിപ്പൊക്കെ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ സവാള എല്ലാം നന്നായിട്ട് വഴന്ന് വന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ വാട്ടർ ചേർത്തിട്ടുള്ളത്. കല്ലുപ്പാട്ട ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവ് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വെള്ളം ചേർക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളം കുറച്ചിട്ടാണ് ചേർക്കുന്നത്. കാരണം ഞാൻ ലാസ്റ്റിലോട്ട് നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ അത് കാരണം 1 ഗ്ലാസ് വെള്ളം കുറച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ കേട്ടോ. ഇനി അടച്ചു വെച്ച് നമ്മൾ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊക്കെ മിക്സ് ആക്കിയ ശേഷം ഇതിലെ ബീഫ് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ആ സ്റ്റോക്ക് ഉണ്ടല്ലോ അതിലോട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് 1 ഗ്ലാസ് കണക്കാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലെ ബീഫെല്ലാം ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഞാൻ ഓൾറെഡി കുറച്ചിട്ടാണല്ലോ ചേർത്തത്. അപ്പോൾ ആ 1 ഗ്ലാസ് നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്ക് ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതിലോട്ട് കുറച്ചുകൂടി വെള്ളമെല്ലാം ചേർത്തതിന് ശേഷം 1 ഗ്ലാസ് കണക്കാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലോട്ട് നമ്മുടെ ബീഫും വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സ്മോക്ക് ആക്കി എടുക്കാം കേട്ടോ. ഈ റെസിപ്പി ഒന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ. ഒത്തിരി ബുദ്ധിമുട്ടും ഒരുപാട് മസാലകളും മറ്റു സാധനങ്ങളൊന്നും അത് ഒരുപാട് ചേർക്കുന്നില്ല. നല്ല ഈസിയാക്കി ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ അതെല്ലാം വെച്ച് കൊടുത്തിട്ട് ഇനി ഞാൻ ഇതിലോട്ടുള്ള ചാർക്കോൾ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചാർക്കോൾ ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഓയിൽ അതിന് മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ചോറിലോട്ട് റൈസിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കട്ടെ. എന്നിട്ട് നല്ല ടൈറ്റ് ആക്കിങ്ങാണ്ട് അങ്ങ് ക്ലോസ് ചെയ്യണേ. ആ പുക അതിലങ്ങ് കവർ ചെയ്ത് നിൽക്കാനാണ്. ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്താ വെച്ചാൽ ടൈറ്റാക്കി കവർ ചെയ്താൽ മതി. ഞാനിതാ ഒരു വെയിറ്റ് അതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കുക്കറെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കട്ടോ.
അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ചേർത്തിട്ടുള്ള ബീഫിൻ്റെ സ്റ്റോക്കും നമ്മുടെ ഈ സ്മോക്ക് ചെയ്തതിൻ്റെയും എല്ലാം അതിലോട്ട് നന്നായിട്ട് അങ്ങ് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റിയെടുക്കട്ടോ. അപ്പോൾ നമ്മളെ ബീഫ് മന്തി അങ്ങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനും, നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. റൈസ് ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഒക്കെ നന്നായി വന്നിട്ടുണ്ട്. ഈസിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.